PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സാധാരണ ചോദിക്കാറുള്ള കുറച്ച് റേഷ്യോസും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, The ideal current ratio is ഉത്തരം 2. കറൻറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ കറൻറ്റ് അസറ്റ്സ് ഡിവൈഡ് ബൈ കറൻറ്റ് ലയബിലിറ്റി. കറൻറ്റ് അസറ്റ്സും കറൻറ്റ് ലയബിലിറ്റിയും തമ്മിലുള്ള ബന്ധമാണ് കറൻറ്റ് റേഷ്യോ കാണിക്കുന്നത്. ഒരു ഫേമിൻ്റെ ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറൻറ്റ് റേഷ്യോ ഉപയോഗിക്കുന്നത്. കറൻറ്റ് അസറ്റ്സ് നമുക്കറിയാം, ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന വിത്തിൻ എ ഷോർട്ട് ടൈം, കുറഞ്ഞ സമയത്തിനുള്ളിൽ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കൂടി കഴിയുന്ന അസറ്റുകളാണ് കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻ്ററീസ്, ഷോർട്ട് ടേം ഓർ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇതൊക്കെയാണ് കറൻറ്റ് അസറ്റ്സിൽ വരുന്നത്. കറൻറ്റ് ലയബിലിറ്റീസ് അതുപോലെ തന്നെയാണ്. വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം വി ഷുഡ് പേ, നമ്മൾ കൊടുത്തു തീർക്കേണ്ട, കുറഞ്ഞ സമയത്തിനുള്ളിൽ, അതായത് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസാണ് കറൻറ്റ് ലയബിലിറ്റീസിൽ വരുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഷോർട്ട് ടേം അഡ്വാൻസസ്, അക്രൂഡ് എക്സ്പെൻസസ്, ഇതെല്ലാമാണ് കറൻറ്റ് ലയബിലിറ്റീസിൽ വരുന്നത്. ടോട്ടൽ കറൻറ്റ് അസറ്റ്സിനെ ടോട്ടൽ കറൻറ്റ് ലയബിലിറ്റീസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആണ് കറൻറ്റ് റേഷ്യോ. ഇതൊരു ഫേമിൻ്റെ ലിക്വിഡിറ്റി മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ലിക്വിഡ് റേഷ്യോ ഓൾസോ നോൺ ആസ് ഉത്തരം ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ക്യുക്ക് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. ലിക്വിഡ് റേഷ്യോയും ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലിക്വിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ്സ് അല്ലെങ്കിൽ ക്യുക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ക്യുക്ക് ലയബിലിറ്റീസ്. ലിക്വിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റീസ്. ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറൻറ്റ് അസറ്റിൽ നിന്ന് പ്രീപെയ്ഡ് എക്സ്പെൻസും സ്റ്റോക്കും കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. കറൻറ്റ് അസറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ടോട്ടൽ കറൻറ്റ് അസറ്റിൽ നിന്ന് പ്രീപെയ്ഡ് എക്സ്പെൻസസും സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻ്ററിയും കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ലിക്വിഡ് അസറ്റ്. ലിക്വിഡ് ലയബിലിറ്റി എന്ന് വെച്ചാൽ കറൻറ്റ് ലയബിലിറ്റിയിൽ നിന്ന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കുറയ്ക്കുന്നതാണ്. ലിക്വിഡ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു കറൻറ്റ് ലയബിലിറ്റീസ് മൈനസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അങ്ങനെ ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റീസ് ആണ് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഐഡിയൽ ലിക്വിഡ് റേഷ്യോ 1:1 ആണ്. ഐഡിയൽ ലിക്വിഡ് റേഷ്യോ ഈസ് 1:1. ഐഡിയൽ കറൻറ്റ് റേഷ്യോ 2. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്ന ഒരു റേഷ്യോ കൂടിയുണ്ട്. അത് അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡ് ബൈ കറൻറ്റ് ലയബിലിറ്റി ആണ്. എന്താണ് അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ്? അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റിൽ വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ടോട്ടലാണ് അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ്സ്. അതിനെ കറൻറ്റ് ലയബിലിറ്റീസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആണ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. അടുത്ത ചോദ്യം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മീൻസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അല്ലെങ്കിൽ നെറ്റ് സെയിൽസ് മൈനസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ നെറ്റ് സെയിൽസിൽ നിന്ന് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കുന്നതാണ്. ഗ്രോസ് പ്രോഫിറ്റ് നമുക്കറിയാം, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുന്നത് എങ്ങനെയാണ്?
ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസസ് ലൈക്ക് വേജസ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോഴാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുന്നത്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ സെയിൽസിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓഫീസ് എക്സ്പെൻസസ്. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓഫീസ് എക്സ്പെൻസസും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസും കൂട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. എന്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും തമ്മിലുള്ള വ്യത്യാസം? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൻ്റെ കൂടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നത് എങ്ങനെയായിരുന്നു എന്നാണ് ചോദ്യം. ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അല്ലെങ്കിൽ നെറ്റ് സെയിൽസ് മൈനസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അടുത്ത ചോദ്യം, The ratio between liquid assets and current assets is called. The ratio between liquid assets and current assets is called. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അസറ്റ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ക്യുക്ക് റേഷ്യോ. കറണ്ട് റേഷ്യോ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. എന്നാൽ കറണ്ട് അസറ്റും ലിക്വിഡ് അസറ്റും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത് അസറ്റ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ ആണ്. Operating profit ratio indicates the relationship between operating profit and dash. Operating profit ratio indicates the relationship between operating profit and ഉത്തരം നെറ്റ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ നെറ്റ് സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നെറ്റ് സെയിൽസ് മൈനസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അടുത്തത്, എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റീസ് ഈസ് കോൾഡ്. എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റീസ് ഈസ് കോൾഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ആൻഡ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ഔട്ട്സൈഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന റേഷ്യോ ആണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഔട്ട്സൈഡേഴ്സ് ഫണ്ടിൽ വരുന്നത് ഓൾ ഡെറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് ടു ഔട്ട്സൈഡേഴ്സ് വെദർ ലോങ് ടേം ഓർ ഷോർട്ട് ടേം. The shareholders fund consists of equity share capital, preference share capital, capital reserve, revenue reserve and reserves representing accumulated profit and surplus like reserve for contingencies, sinking fund, etc. ഔട്ട്സൈഡേഴ്സ് ഫണ്ട്സിനെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇക്വിറ്റീസ് ഡിവൈഡ് ബൈ ഇന്റേണൽ ഇക്വിറ്റീസ്. Working capital turnover ratio is calculated with the help of working capital and dash. Working capital turnover ratio is calculated with the help of working capital and dash. ഉത്തരം നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന റേഷ്യോ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുന്നത് നെറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. Net sales divided by working capital is equal to working capital turnover ratio. The higher the ratio, the better is the efficiency of performance. Higher ratio 2 indicates efficient utilization of working capital. Working capital turnover ratio കൂടുതലാണ് എങ്കിൽ അത് കാണിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ആണ്. Debt equity ratio also called ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഓൾസോ കോൾഡ് ലിവറേജ് റേഷ്യോ. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോനെയാണ് ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു. സ്റ്റാൻഡേർഡ് ഫോർ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് 1:1. സ്റ്റാൻഡേർഡ് ഫോർ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോനെ തന്നെയാണ് സോൾവൻസി റേഷ്യോ എന്നും പറയുന്നത്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഓൾസോ കോൾഡ് ലിവറേജ് റേഷ്യോ അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ.
Gross profit ratio shows a relationship between gross profit and dash. Gross profit ratio shows relationship between gross profit and dash. ഉത്തരം നെറ്റ് സെയിൽസ്. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. Ratio analysis is a technique of dash financial statements. Ratio analysis is a technique of dash of financial statements. ഉത്തരം analysis and interpretation. Ratio analysis is a technique of analysis and interpretation of financial statements. Quick liabilities is equal to dash. Quick liabilities is equal to dash. കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. കറണ്ട് ലയബിലിറ്റീസിൽ നിന്ന് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ക്വിക്ക് ലയബിലിറ്റീസ്. റേഷ്യോ അനാലിസിസിൽ നിന്നും സാധാരണ ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇത്രയെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്